ആ വെള്ളം ഇതിലേ വരുന്നത്. അതിന്റെ വാടക ഞങ്ങൾക്ക് അതിലെ പാടുള്ള വെള്ളം 2 പൈസ കൂടെ വെള്ളം 3 വീട്ടുകാർ ഇവിടെ കൊണ്ടിട്ടേക്കുന്നു ഇതിനകത്ത്. എവിടെ 3 സ്ഥലം മേടിച്ച് ചെറിയ വീട് വെച്ചാൽ 10 ലക്ഷം രൂപ കൂടെ ആവൂ, അല്ലെങ്കിൽ 8 ലക്ഷം. അങ്ങനെ ചെയ്യേണ്ടത്. ഇത് ഇതിനകത്ത് കിടന്ന ഈ പാവങ്ങളെ കൊണ്ട് ഇതിനകത്ത് ഇടേണ്ട കാര്യം വലിയ കാര്യമുണ്ട്. ഞങ്ങളുടെ ഒരു 3 വീട്, നല്ല 3 വീടാ, അത് പൊളിച്ചാൽ നമുക്ക് ഇതിനകത്ത് തന്നത്. ഇപ്പം നമുക്ക് അതിനൊക്കെ ദൂരം, ഇതിനേക്കാൾ ദൂരം. ഇപ്പം ഇതിനകത്ത് നല്ല 3 വീടായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അത് വിളിച്ച് പൊളിച്ചാൽ നമുക്ക് ഇതിനകത്ത് തന്നെ. എന്നിട്ടും മുനിസിപ്പാലിറ്റിക്കാർ അവർക്കൊരു ഉത്തരവാദിത്തം ഇല്ല. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാനപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഈ വാട മാറാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ കൊണ്ടിരുന്നത് ആ വേസ്റ്റ് ആ ഡ്രം കൊണ്ടിട്ടുണ്ട് അവിടെ. അത് മൊത്തം ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞ് വാട പുഴുവായി വാട അടിക്കും ചെന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി 5 ജോലിക്കാരെ പറഞ്ഞു വിടുക, ഒരു വലിയ കുഴി എടുക്കുക, മൊത്തം തട്ടി ആയതിലും മണ്ണിട്ട് മൂടുക, വീണ്ടും ബീപ്പ് അവിടെ വെക്കുക. അങ്ങോട്ട് നോക്കുമ്പോൾ പറയാം മൊത്തം പുഴു വാട. എന്തോരം വാടയെന്നറിയോ? ഈ വാട കാരണം കൂടെ ഈ അസുഖങ്ങൾ കൂടുതലുണ്ടാവുന്നത്. അതൊന്നും ഇവർക്കൊന്നും ഉത്തരവാദിത്തം ഇല്ല. ഉത്തരവാദിത്തം ഉള്ളവരും ചെയർപേഴ്സണോ സെക്രട്ടറിയോ ഭരണസമിതിയോ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കിടക്കത്തില്ല. ഈ പാവങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വന്നേനെ. അല്ല, അവർക്കൊരു സഹായം ചെയ്തു തുടങ്ങി, അതും ചെയ്യുന്നില്ല. പിന്നെ എന്തൊരു പറഞ്ഞോ ഇത്. പുനലൂർ പ്ലാച്ചേരിയിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റിൽ നിന്നും കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. പദ്ധതി പാളി തുടങ്ങിയിട്ടും പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനോ ഫ്ളാറ്റുകളിലെത്തി താമസക്കാരുമായി സംസാരിക്കുന്നതിനോ നഗരസഭ അധികൃതർ തയ്യാറായിട്ടില്ല. സമുച്ചയത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയും കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതുമാണ് കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നത്. ശുദ്ധജലം ലഭിക്കുവാനോ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുവാനോ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം നടത്തുവാനോ കൃത്യമായ സംവിധാനങ്ങൾ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഭാഗമായി പുനലൂർ നഗരസഭ ഇതുവരെയും ഒരുക്കിയിട്ടില്ല. ഫ്ളാറ്റിലെ കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാനായി നിർമ്മിച്ച കുഴൽക്കിണറ്റിലെ ജലം ഓരും എക്കലും നിറഞ്ഞ മലിനമയമാണ്. ജലം ശുദ്ധീകരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതും കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കുടുംബങ്ങൾ പരാതി പറയുന്നു. 18 കുടുംബങ്ങളാണ് ഫ്ളാറ്റിൽ താമസം ആരംഭിച്ചത്. ഇവിടെ നിന്നുമുണ്ടാകുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാനുള്ള സംവിധാനവും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അത്രയ്ക്കും വാട. ഈ കാറ്റിനനുസരിച്ച് താഴത്തെ നിലയിൽ മൊത്തം സൂലത്ത് അമ്മമാരാണ് കിടക്കുന്നത്. അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതന്നെ ഈ വാട. അവർക്ക് ആഹാരം കഴിക്കാക്കുന്നില്ല. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, വെള്ളവും പ്രശ്നമൊക്കെ. ഇവിടെ എല്ലാവരും വന്ന് എല്ലാം നോക്കിയില്ല, എഴുതി എടുത്തിട്ടെല്ലാം പോയത്. അവർ ഫിൽറ്റർ വെക്കാം, അത് വെക്കാം, ഇത് വെക്കാമെന്നുണ്ട്. അളന്നു വരെ പോയതാണ്. താഴെ മേളെല്ലാം അളന്നിട്ട് പോയി. പക്ഷേ ഇതുവരെയായിട്ടും വന്ന് ഒന്നും ചെയ്തിട്ടില്ല. ഈ കുഴൽക്കിണറ്റ് വരുന്ന വെള്ളമായി ടാങ്കിലടിച്ചാൽ മേളിൽ കയറ്റുന്നത്. ഈ സുഖമില്ലാത്തൊരു ഈ അപ്പുറം വെള്ളം കുരുക്കും മേളിൽ പോകാൻ പറ്റുമോ? ഈ വെള്ളം അവർ ചൂടായി കുടിക്കുന്നത്, ഈ മേളിൽ കിടക്കുന്നവർ. പിന്നെ 3-5 പേരേ ഉള്ളൂ അപ്പുറം പരിസരത്ത് പോയി ഒരേ കുടം വെള്ളം എടുക്കുന്നു. അതും അവർ ഈ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, മഴക്കും പറഞ്ഞായിരുന്നു അവർക്ക് കറണ്ട് ചാർജ് കൂടുതലാണെന്ന്. ഇന്ന് അത് ഇവിടെ വന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് എല്ലാം അളന്നിരുന്നു. ഇതുവരെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പോലും വന്ന്, ഇപ്പോൾ പുതിയ ചെയർപേഴ്സൺ കയറിയല്ലോ, അവർ പോലും ആ സാറ് പോലും ഇതുവരെ വഴി ഫ്ലാറ്റ് വന്നിട്ടില്ല. അവർക്ക് ആ സാറിന് അറിയത്തില്ല, ഫ്ലാറ്റ് ആയിരുന്ന ആ സാറിന് അറിയത്തില്ല. ആ സാറ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വന്നതൊന്ന് അന്വേഷിക്കേണ്ടത്. ഇതുവരെ അന്വേഷിച്ചു, ഇവിടെ വന്നിട്ടുമില്ല, ഇവിടെ അന്വേഷിച്ചിട്ടുമില്ല. ഇയാൾ ഇത്രയും പേര് 10-18 കുടുംബം കിടക്കുന്ന, അവരെങ്ങനെ താമസിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വെള്ളമുണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഇത് അന്വേഷിച്ചിട്ടേ ഇല്ല. അവർക്കൊന്നും അറിയണ്ട. അവർക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ അവർ അറിയുന്നുള്ളൂ. അത് ഇത്രയും കുടുംബക്കാർ കിടക്കുന്ന, അവർ പട്ടിണി കിടക്കുവാന്നോ അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളമുണ്ടോ? ഈ ഒരു വെള്ളം ആ മേലുള്ള ചൂടായി കുടിക്കുന്നത്. ഈ തുരുമ്പ് വെള്ളം, ഈ കുഴൽക്കിണറ്റിലെ തുരുമ്പ് വെള്ളം, ആ വെള്ളമാ ചൂടായി കുടിക്കുന്നത്. ആ ടാങ്ക് തുറന്നു നോക്കുമ്പോൾ അറിയാം വെള്ളം കലയും കിടക്കുന്നത്. മോട്ടർ അടിക്കുന്നത് മൊത്തം കലങ്ങി വരും. ആ വെള്ളം മേളിലോട്ട് കയറി പോകുന്നു. അത് ഓരോരുത്തർക്ക് വയ്യ. ഈ വാട കാരണവും വെള്ളവും ഇല്ല, ഒന്നിനും വെള്ളമില്ല. പിന്നെ വാട ഓരോരുത്തർക്ക് വയ്യ. ഒരു വെള്ളം വലിയ സുഖമില്ലാത്ത ഇവിടെ താമസിച്ചാൽ അവർ ഇതിൽ കിടന്നാണ് മരിച്ചത്. വെള്ളമില്ല. അവർക്ക് ഈ രണ്ടാമത്തെ ഈ ആസ്മ അസുഖമുള്ളവരൊക്കെ 2-3 നിലയെ കൊണ്ട് കളഞ്ഞിട്ട് ഇതിലെ ഒരു കുഞ്ഞ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെയുള്ള ഈ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഇങ്ങനെയൊക്കെ ഈ നാട്ടുകാർ എന്ത് ചെയ്യും? ഈ പരിസരത്ത് മൊത്തവും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മളത് ഡെയിലി പ്രശ്നം ഉണ്ടാക്കുക. വാട കൊണ്ട് അവർക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയിൽ
ഓരോരുത്തർ പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിക്കാർ ഈ ഫ്ലാറ്റ് ഏറ്റെടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ലൈഫ് മിഷൻകാർ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത് ഫ്ലാറ്റ് മുനിസിപ്പാലിറ്റിക്കാർ ഏറ്റെടുത്തിട്ടില്ല, അതുകൊണ്ട് അവർ ഒന്നും ചെയ്യത്തില്ലെന്നാണ് അവർ പറയുന്നത്. ഈ പരിസരം മൊത്തവും കാടാ. എന്നിട്ട് ഇപ്പോൾ ഇടയ്ക്ക് ഈ ഫ്ലാറ്റിൽ ഉള്ളവരായി ഇറങ്ങി മൊത്തം വൃത്തിയാക്കി. മാലിന്യങ്ങൾ കാരണം പ്രദേശത്ത് അമിത ദുർഗന്ധവും അനുഭവപ്പെടുന്നുണ്ട്. ദുർഗന്ധം അസഹ്യമായതിനെ തുടർന്ന് 3 മാസങ്ങൾക്ക് മുൻപ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് നിരവധി തവണ ഉറപ്പു നൽകിയ പുനലൂർ നഗരസഭയാകട്ടെ നിലവിൽ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. CPI നേതാവും നഗരസഭാ കൗൺസിലറുമായ VP ഉണ്ണികൃഷ്ണൻ ഫ്ളാറ്റ് വിഷയത്തിൽ നഗരസഭയെ വിമർശിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച പദ്ധതിയിൽ വ്യാപകമായ അഴിമതിയാണ് നടന്നതെന്നും ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണ് പദ്ധതി നടത്തിപ്പിനെ ബാധിച്ചതെന്നും BJPയും ആരോപിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ പ്ലാച്ചേരി വാർഡിൽ ലൈഫ് മിഷൻ ഫ്ലാറ്റിന്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടമായി നമുക്കിവിടെ എനിക്ക് എത്തിയപ്പോൾ ഇവിടെ കാണാൻ പറ്റിയത് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. സാധാരണക്കാരായ ജനങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മോശമായ സ്ഥലം, ഏറ്റവും അടിസ്ഥാന സൗകര്യത്തിൽ ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന സ്ഥലം സൊമാലിയ എന്നാണ്. എന്നാൽ നമുക്ക് ഇവിടെ പ്ലാച്ചേരിയിലെ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന് മുന്നിൽ ഇതിനകത്ത് ഇതിന്റെ പരിസര പ്രദേശങ്ങൾ നമുക്ക് എത്തുമ്പോൾ മനസ്സിലാവുന്നത് ലോകത്തിൽ ഇതിൽ പരം മോശമായ സ്ഥലം വേറെ എങ്ങുമില്ല. കാരണം ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ശുദ്ധവായുവിന് വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. ശുദ്ധവായുവിന് വേണ്ടി കുടിക്കാൻ വെള്ളമില്ല, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. കാരണം ഇവിടെ കുറെ സാധാരണക്കാരായ ജനങ്ങളെ അവർക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത് പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ പല മേഖലയിൽ താമസിച്ച ആൾക്കാരെ എല്ലാം ഈ പ്ലാച്ചേരിയിൽ ഇവിടെ ഇപ്പോൾ ഈ പട്ടിക്കാട്ടിൽ കൊണ്ടിട്ട് ദ്രോഹിക്കാമെന്നതിന്റെ പരമാവധി ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ദ്രോഹിക്കുകയാണ്. നമുക്കറിയാം, എന്നാണ് ഇവിടെ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും കഷ്ടപ്പെടുന്നത് എപ്പോഴും നാട്ടിലെ സാധാരണക്കാരാണ്. പുനലൂർ മുനിസിപ്പാലിറ്റിയെ പറ്റി നോക്കുവാണെങ്കിൽ ഇവിടെ LDFും UDFും തമ്മിൽ വളരെ രീതിയിലുള്ള വലിയ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളാണ് നടക്കുന്നത്. അവരെപ്പോഴും കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നു, ടൂർ പോകുന്നു, എന്നിട്ട് അവർക്ക് മുനിസിപ്പാലിറ്റിയിൽ പോലുള്ള പ്രഹസനമായ വാക്കേറ്റവും കയ്യാങ്കളിയും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് നമുക്ക് പ്ലാച്ചേരിയിലെത്തുമ്പോൾ മനസ്സിലാവും. നമുക്കണ്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം. ഇവിടെ എന്താണ് അവസ്ഥയെന്ന് ഓരോരുത്തരും കാണണം. ഇവിടെ കുടിക്കാനായിട്ട് വെള്ളമില്ല. ഇവിടെ മാലിന്യ ടാങ്കുകൾ പൊട്ടി ഒഴുകുകയാണ്. കൃത്യമായിട്ട് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയി അത് സംസ്കരിക്കാൻ വേണ്ട സംവിധാനങ്ങളില്ല. ചെയർപേഴ്സണോ കൗൺസിലറോ പോയിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവിടുത്തെ കൗൺസിലറിന്റെ ഒരു പ്രകസനമായിട്ടുള്ളൊരു ഓട്ടം വരും. അവരിവിടെ വന്ന് ഓടി നോക്കി ഒന്ന് തട്ടി തലോടി പോകുന്ന അല്ലാതെ അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം മുനിസിപ്പാലിറ്റിയിൽ ഉന്നയിച്ച് നടത്താനോ അധികാരികളെ ഇവിടെ എത്തിച്ച് ഇതിന് വേണ്ട ഉടനടി വേണ്ട പരിഹാരം ചെയ്യാനോ അവർ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. നമുക്ക് ഇപ്പം നിങ്ങൾ എല്ലാവരും കേട്ടതാണ് ഇവിടുത്തെ ഇവിടുത്തെ താമസക്കാർ പറയുന്നത്. കാരണം ഇതുവരെ പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോൾ സ്ഥാനമേറ്റ ചെയർപേഴ്സൺ ഇതുവരെ ചുമ്മാ ഒരു ഫ്ലാറ്റ് ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. ഇത് പുനലൂർ മുനിസിപ്പാലിറ്റിയിലാണ് എന്നുള്ള കാര്യം ചെയർപേഴ്സൺ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുനലൂർ MLA ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോയ MLA ഇതുവരെ നോക്കിയിട്ടില്ല. നിങ്ങളൊക്കെ ഇവിടെ ഇതുപോലുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് അത്യാവശ്യമായി ഇടപെടേണ്ടത്. ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ, കാരണം സാധാരണക്കാരായ ജനങ്ങൾ, അവർക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾക്ക് വേണ്ടി 20 ലക്ഷം രൂപ ഓരോ വീട്ടുകാർക്കും മുടക്കി മുനിസിപ്പാലിറ്റിയും ഗവൺമെന്റും ഫ്ലാറ്റ് പണിയുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ എത്തിയാൽ രാജകൊട്ടാരത്തിന്റെ സൗകര്യങ്ങളാണ്, മാന്യമായ സൗകര്യങ്ങളാണ്, വെള്ളമുണ്ട്, കറണ്ടുണ്ട്, വെളിച്ചമുണ്ട്, ശുദ്ധവായു ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇവിടെ കൊണ്ട് ആൾക്കാരെ കൂട്ടിയിട്ട കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കാണ്ട് ഇവിടെ ഒക്കെ നോക്കണം. ഇവിടെ സേഫ്റ്റി ടാങ്ക് മാലിന്യങ്ങളൊക്കെ പൊട്ടി ഒഴുകുകയാണ്. ഇവിടെ നിൽക്കാൻ പറ്റുന്നുള്ള വാർഡുണ്ട്. ഇതിന്റെ പുറകിൽ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് 3-4 ബീപ്പ് വെച്ചിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള വേസ്റ്റ് സംസ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 4 ബീപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ബീപ്പ് ഉണ്ടാകേണ്ടി ഇതിന് മുന്നിൽ പോലും നിൽക്കാൻ പറ്റുന്നില്ല. പുഴുത്ത് നാറിയ പാടയാണ്. വെള്ളം കുഴൽക്കിണറിലെ വെള്ളമെല്ലാം തുരുമ്പെടുത്ത് കിടക്കുന്നുണ്ട്. ഈ വെള്ളമാണ് ഈ തുരുമ്പെടുത്ത വെള്ളമാണ് മേളിൽ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ ഓരോ ഫ്ലാറ്റിലേക്കും പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് നിവർത്തിയില്ലാതെ ആ വെള്ളം കോരി കുടിക്കുകയാണ്. ഫ്ളാറ്റിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ കുടുംബങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലംബിക്കണമെന്നും പ്രദേശവാസികളടക്കം ആവശ്യപ്പെട്ടിരുന്നു. നാട്ടുകാർക്ക് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത തരത്തിലാണ് ലൈഫ് മിഷൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് എന്തായിരുന്നു അന്ന് അധികൃതർ നൽകിയ വാഗ്ദാനം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.